ഓക്കെ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ. എന്റെ ഒരു സരക്കടാനി ഇത് ഫ്ലഫി ഫ്ലഫി കേവിയല്ല ആര് ബാക്കിരിക്കുന്നവനെ കണ്ടിട്ടാണ് ഞാന് ഞാൻ ബീച്ചിലോട്ട് വന്നോണ്ട് ബീച്ച് വൈബ്സ് അതിന് വേണ്ടിട്ട് ബീച്ച് വൈബ്സിന് പറ്റിയ ഡ്രസ് ഇട്ടതാണ്. ബീച്ച് പാർട്ടി ഒന്നും ഇല്ല, പക്ഷെ നമ്മളെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ജീൻസും പാന്റൊക്കെ ഇട്ട് വന്നിട്ട് ബീച്ചിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഇല്ല. അതുകൊണ്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് മറ്റേ കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ അതിന്റെ കേട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ എന്റെ ഒരു ബൈക്കും ഇല്ല, അങ്ങനെ ഒരു ബൈക്ക് കടവും വാങ്ങിച്ചിട്ട് വന്നേണ്. എന്റെ ബൈക്കൊന്നും അല്ല കേട്ടാ, ചുമ്മാ പറഞ്ഞു. എത്രയാണ് ബൈക്കിന്? എത്രയാണ് ബൈക്കിന്? എത്രയാണ്? 4 സിയാറാ? അയ്യോ എന്റെ ഇല്ല അത്ര ഇല്ല 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 ഫാമിലി ഒന്നും ഇല്ല. ഉണ്ടായിരുന്നു, ഇറങ്ങി ഫാമിലി ഇറങ്ങി. സത്യം ബ്രോ, അയ്യ മടുത്ത് എന്ത് പറഞ്ഞാലും TDM പോലും കേറാൻ പറ്റുന്നില്ല ബ്രോ. ചുമ്മാ ഒന്ന് വല്ലപ്പോഴും അന്ന് കഴിഞ്ഞപ്പോ അതിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവിടെ വന്ന് വരാ തെറി വിളിയും കോണയും ഒക്കെയാണ് ബ്രോ. അയ്യ വിളിക്കുന്ന വള്ളിയാണ് ഇപ്പൊ വിളിക്കുന്ന വള്ളിയാണ്. ഇപ്പൊ നോക്കിയപ്പോ ബ്രോ വള്ളി എടുക്കാൻ താല്പര്യമില്ല ബ്രോ, പ്ലീസ് വിളിക്കരുത്. വള്ളി എടുക്കാനായിട്ട് വിളിക്കരുത്. ഹലോ അണ്ണ തിരക്കണ വള്ളി എടുക്കാനായിട്ട് എന്നെ വിളിക്കരുത് ബ്രോ, പ്ലീസ്. അല്ല അണ്ണ ഗ്യാങ് ഹൗസിൽ ഒരു പുതിയ വണ്ടി അവരാവാൻ വേണ്ടി നിൽക്കുന്ന ഇവര് കാണാൻ വരുന്നേ. അതെ വള്ളി എടുക്കാൻ വല്ല വയ്യ. അല്ല ഞാൻ ഇപ്പൊ എങ്ങനെയുള്ളൂ സത്യം. ഒരു പെണ്ണൊന്നുമില്ല ബ്രോ, പെണ്ണൊന്നുമില്ല നമുക്ക് പെണ്ണ് കിട്ടാത്തോണ്ട്. കിട്ടാത്തോണ്ട് അല്ലാതെ പെണ്ണൊക്കെ ഉണ്ടായിരുന്നു ബ്രോ, അതൊക്കെ പോയി. ഒരു പണ്ടൊരു അല്ല അത് പണ്ടുണ്ടായിരുന്നു, പോയി എല്ലാം പോയി. എല്ലാം ഫാമിലി അല്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് അവരോട് ടൈം സ്പെൻഡ് ചെയ്യാതിരുന്നിരുന്ന അവരൊക്കെ പോയതാണ്. ഇപ്പൊ ഫാമിലിയും ഇല്ല പെണ്ണും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെ സോളോ ആയിട്ട് നടക്കുന്നു. ഇപ്പൊ ഇങ്ങനെ 2 പയ്യന്മാരുണ്ട് കൂടെ. സത്യം. അതെ അത്ര ഉള്ളു, അതൊക്കെ അത്ര ഉള്ളു. ഇല്ല ഫാമിലി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് താല്പര്യം ഇല്ലായിരുന്നു, ഫാമിലി ഉള്ള സമയത്ത് താല്പര്യമില്ല. അത്ര ഇപ്പഴല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നു, അത്രേ ഉള്ളു. എല്ലാ സമയമാകുമ്പോഴത്തേക്ക് ആരെല്ലാം ഉണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളു. എല്ലാത്തിലും ടൈമില്ലേ, അത്രേ ഉള്ളു. അയ്യോ സത്യം, ഒരു പെണ്ണിന്റെ തെറി വിളിച്ചിട്ട് പോയി. ടൈം സ്പെൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ എനിക്ക് തെറി വിളി കിട്ടി. അതോടുകൂടി ഞാൻ അതെ ഫാമിലി എന്ന് പറഞ്ഞ നടന്നേ 24 മണിക്കൂർ ഓരോ. ഞാൻ ഉണ്ടാകുന്ന ഫാമിലി ഒരു തെണ്ടിയുണ്ട്, പേര് കണ്ണാപ്പി എന്നാണ് അവന്റെ പേര്. അവൻ ഈ ലോകത്തുള്ള എല്ലാ ബാക്കിയുള്ള ഫാമിലിയിലും പോയി വള്ളി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ആരോടെയും വള്ളി എടുക്കുന്ന ഒരു ടൈപ്പ് അല്ല. അപ്പൊ എല്ലാരും വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഞാനാണ്. അപ്പം സോറി പറഞ്ഞ് എനിക്ക് മടുത്ത്, മനസ്സിലായില്ലേ? പണ്ട് ആരാ വള്ളി എടുക്കാൻ താല്പര്യമില്ല ബ്രോ, വള്ളി എടുക്കാൻ താല്പര്യമില്ല. ഞാൻ വള്ളിക്കൊന്നുമല്ല വിളിച്ചിറക്കണ്ട. ഹലോ ആരാണ്? ഹലോ ഞാൻ ഡ്രഗാരിസ് ആണ്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ്. നമ്മുടെ ഗ്രോസ് കൊടുക്കാനുണ്ടോ? ഗ്രോസ് ഇപ്പൊ കയ്യില് ഞാൻ എല്ലാം നിർത്തി ബ്രോ. ഞാൻ ഇപ്പൊ ആ പരിപാടിക്കൊന്നും ഇല്ല സത്യം പറഞ്ഞ. വണ്ടി വെടിയപ്പൊക്കെ നിർത്തി, അങ്ങനെയൊക്കെ നിർത്തി. ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്വന്തം ആ ഒരു മൈൻഡിലാണ്. പീസാണ് ഇപ്പൊ തുളസി മാവും ഗ്രോസും ഒന്നും വേണ്ടല്ലേ? ഗ്രോസ് എന്തിനാണ്? അല്ല തുളസി മാവ് ഗ്രോസും ഒന്നും വേണ്ട ഇപ്പൊ? അങ്ങോട്ട് വരാൻ എന്റെ ഇല്ല, ഇങ്ങോട്ട് വരാനാടാ. അങ്ങോട്ട് തരാൻ വേണ്ടിട്ടാ. ഗ്രോസ് ഉണ്ടാ? ഉണ്ട്. ഇരിക്കണം. എത്ര ഞാന് 2 വൈറ്റിന് തരാം. ഓ സെറ്റ്. ഇങ്ങോട്ട് വരും മുതുക്കിലുണ്ടോ? മുതുക്കിന്റെ താഴത്തെ ബീച്ചിന്റെ അവിടെ. അല്ല മെയിൻ ഗ്യാരേജിലാണ് സാധനം ഇരിക്കുന്നത്. എന്നാ എടുത്തിട്ട് വരുമോ ഒന്ന്? അല്ല എടുത്തോട്ട് വരുമോ? അപ്പൊ മുതുക്ക് പറഞ്ഞോ? ഞാൻ
മുതുക്കല്ല മെയിൻ ഗ്യാരേജ് വരാം ഓക്കെ സെറ്റ് സെറ്റ്. ഞാൻ മെയിൻ ഗ്യാരേജ് ലോക്കറിന്റെ അടുത്താണ്. ഒരു സിൽവർ ഉറൂസ്. കുഴപ്പമില്ല മനസ്സിലാവും നേരം ഞാൻ നിങ്ങളെ എന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹലോ എന്തൊക്കെ ശല്യങ്ങളാണ് നോക്കണേ ബ്രോ, വിളിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ? ഗ്രോസ ഉണ്ടോ വിൽക്കാനെന്നൊക്കെയാണ് എൻ്റെ ചോദിക്കുന്നത്. ഞാൻ എല്ലാം നിർത്തി. മറ്റേ തോക്കില്ലേ, തോക്ക് അതൊക്കെ എന്റെ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു ബ്രോ, ഞാൻ അതൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. ശരി, എന്നിട്ട് നോക്കിയാണ് മാവുണ്ടോ തുളസി ഉണ്ടോ, ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ? നമ്മള് ബ്ലാക്കാ? ഇല്ല അയ്യോ അല്ല അങ്ങനെയല്ല, എല്ലാം ബ്ലാക്കൊന്നും അല്ല. കുട്ടിയുടെ പേരെന്താണ് പറഞ്ഞ? അനന്യല്ലേ? താങ്ക് യു. ആ അനയ്യ, താങ്ക് യു. ആരെങ്കിലും ഒരാൾ തന്നെ പറഞ്ഞു. അതൊക്കെ ചുമ്മാ അടവ്. അയ്യോ നമ്മളവിടെ ബംഗാളി പണിക്കാരുണ്ട് ഒരുത്തൻ. അവനെ ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കണം, മനസ്സിലായി? എനിക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യണ്ടേ, മനസ്സിലായി? കുറച്ച് ബീച്ചിലൊക്കെ ഒന്നിങ്ങനെ ഇരിക്കാനായിട്ട് പറ്റണ്ടേ? ഇത് സമ്മതിക്കൂല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പിറകെ എപ്പോഴും നടക്കും. ഒരു ബംഗാളി പയ്യനുണ്ട് അവിടെ പണിക്ക് നിർത്തിയിരുന്ന വീട്ടിലെ, അപ്പൊ സമാധാനം തരുന്നില്ല. ആ ഇപ്പൊ ബാബു ദമ്പതിരി അങ്ങനെ തരുവാണ് പേര്. ആള് എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇപ്പൊ അവന്റെ ഒന്നും കാര്യം തിരക്കാറില്ല ബ്രോ. ഞാൻ ഇപ്പൊ സ്വന്തമായി ഇവനെയും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരുമിച്ച്, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ എന്തേലും പറഞ്ഞ പിണങ്ങ് ബ്രോ. ഞാൻ മാത്രമേ എന്റെ അവിടെ നടത്തിയില്ലെങ്കിലേ പറ്റത്തില്ല, മനസ്സിലായില്ലേ? വേറെ ആരെയും കൂടെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണങ്ങി പിന്നെ മറ്റേ കടലിൽ ചാടി ചത്ത് കളയും. അങ്ങനത്തെ പയ്യനാണ്. പിണങ്ങേശാണ്. ചോപ്പ് വീട്ടിൽ എന്തിനാ? അയ്യോ മറന്നുമല്ല, റെഡ് ഹൗസ് വീട്ടിൽ പിണങ്ങേഷ്. അതെ അത് മറ്റേ വേറെയാണ് ഇത്, പുതിയ ഐറ്റം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കണേ. ഇനിയിപ്പോ മറ്റേ ഇന്റെ സിനിമയില്ലേ 96-ലെ മറ്റേ വിജയ് സേതുപതിയെ പോലെ അതൊക്കെ പഠിക്കണേ, ഇങ്ങനെ നടക്കണം. അത് പിന്നെ കാലിനിടയിലെ ഉരസം പൂനെ, അതാണ് ബ്രോ ഇപ്പൊ അവസ്ഥ പറഞ്ഞ. എന്തായാലും ബ്രോ കണ്ടാലും സന്തോഷം. നിങ്ങളൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് കൊള്ളാം. എന്തായാലും അപ്പൊ അതുകൊണ്ട് അതെ എന്തായാലും നല്ല വൈബ്. അതെ ഒരു 10 മിനിറ്റ് നിന്നേ ഉള്ളതിലും നല്ല വൈബുള്ള മനുഷ്യൻ. ഇനിയും കാണാം. ഓക്കെ എന്തായാലും നമ്പർ ഷുവർ നമ്പർ ഒരു സെക്കൻഡ്. എത്ര നല്ല ആൾക്കാരുണ്ട് അല്ലേടാ നമ്മുടെ മുമ്പിലൊക്കെ. നമ്മളൊന്നും ആരെയും കാണുന്നില്ല. ഞാൻ 3 പേർക്ക് നമ്പർ അയച്ചിട്ടുണ്ട്. വെച്ചോ കിട്ടിയോ? നമ്പർ കിട്ടിയോ? എനിക്കൂടെ നമ്പറാണ് അയച്ചോ. എല്ലാരും നമ്പറാണ് അയച്ചോ. കീലേരി അയച്ചു. ബ്രോ എന്തിനു വന്നാലും എനിക്ക് ഒരിക്കലും റിക്വസ്റ്റേ ഉള്ളൂ ബ്രോ. എന്ത് വന്നാലും ബ്രോ ഫാമിലിയിലൊന്നും പോയി കേറരുത്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. കൊടുക്ക്. നിങ്ങളെ ലീഡറിന്റെ പേരെന്താ ബ്രോ? ഞാൻ ഫാമിലിയിൽ ഇറങ്ങി. ഇപ്പൊ ഫാമിലിയിലൊന്നും ഇല്ല. വാസു എന്നാണ് പേര്. പേര് കേട്ടാലും അറിയാം. ഒരു മൊരടനായിരുന്നു ആള്. ഒരു മൊരടനായിരുന്നു, മനസ്സിലായില്ലേ? ബ്രോ ഞാനായിരുന്നു അവിടത്തെ കോലീഡർ ആ സമയത്തെ. സമയത്ത് അതാ ഫുഡൊക്കെ കഴിക്കണം കേട്ടാ ബ്രോ. അതെ പറഞ്ഞു തന്നാ. എന്തായാലും ബ്രോ കിടന്ന് നന്നായി. അതുകൊണ്ട് ഞാനൊന്ന് കഴിച്ചേക്കാം. ഞാനും മറന്നിരിക്കുന്നു. എന്റെ അവസാനത്തെ ഫുഡാണ്. അതെ മേടിച്ചോ. അപ്പം ബ്രോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൊച്ചു വേറാണ്. ബിരിയാണി ഒന്നും കൊടുക്കണ്ട. വല്ല ഒരു പീസ് പിസ്സവെല്ലാം കൊടുത്താൽ മതി. എന്ന് നിന്നിരുന്നോളൂ. 2 നേരത്തേക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ ആ ബിരിയാണി വെച്ച്. കേട്ടാ കേട്ടാ? എനിക്കാണെന്ന് തോന്നുന്നു കിട്ടിയത്. കിട്ടിയില്ല ഇരിക്കുമല്ല. അപ്പൊ ഞാൻ കാര്യം പറയുന്നത് ബ്രോ ഞാൻ നിന്ന ഗ്യാങ്ങിന്റെ ലീഡർ എന്ന് പറഞ്ഞ പേര് വാസു. പരുന്ത് വാസു എന്നാണ് പേര്. ഉള്ള കാര്യമല്ല, കോഴി വാസു എന്ന് വിളിക്കാൻ വരെ ഇരിക്കുന്നു. അമ്മാതിരി ഒരു കോഴിയായിരുന്നു ആള്, മനസ്സിലായില്ലേ?
ഫുൾ ടൈം കോടിത്തരവും കാണിച്ച് നടക്കും. ഗ്യാങ്ങിൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഫുൾ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ. മനസ്സിലായില്ലേ? വഴിയെ പോണ വള്ളിക്കെല്ലാം ഉത്തരവാദിത്തം പറഞ്ഞ് എനിക്ക് മടുത്ത്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം കൂടി തലയിൽ ഇങ്ങനെ ചുമടിന് മേൽ ചുമടായി. മനസ്സിലായില്ലേ? എൻ്റെ കൂടെയുള്ള എൻ്റെ ഗേൾ ഫ്രണ്ടും എന്നെ വിട്ടുപോയി, എല്ലാം പോയി എൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ ഞാൻ ഇനി എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പറഞ്ഞ ലീഡറാണെങ്കിലും ആരാണെങ്കിലും ശരി, എനിക്കൊരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ പറയും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഏതാ പെണ്ണേഴ്സിന്റെ പുറകെ കിടക്കുകയാണ്. ഏതോ ഒരുത്തിയെ പണ്ട് എന്തോ ഉപദ്രവിച്ചെന്നാ അതിന്റെ പേരിൽ ഇപ്പൊ എന്താ കൊച്ചിപ്പം എന്താ വന്നെന്ന് അതിന് ബോംബ് വന്നെന്നും പറഞ്ഞ് മോൻ കേസ്. ദുഷ്ടനെന്ന് പറഞ്ഞാൽ വേറെ ദുഷ്ടൻ. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടിട്ട് ആ കൊച്ചിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനെ കുറ്റി എന്തായിരിക്കും? എന്നിട്ട് ഇപ്പൊ ഈ കേസ് സോൾവ് ആക്കാനായിട്ട് പീഡിയിലുള്ള ഒരു പെണ്ണുണ്ട്, മറ്റേ ഹെയ്ലി മാഡം എന്നും പറഞ്ഞ ആ മാഡത്തിന്റെ കൂടെയാണ് നടക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? കേസ് സോൾവ് ആക്കാൻ ആ മാഡമാണെങ്കിൽ ഇത് വിശ്വസിക്കുകയും ചെയ്ത്. നമുക്കറിയാലോ കള്ളമാണെന്ന്. നമുക്കറിയാലോ കള്ളമാണ് ഇതൊക്കെയെന്ന്. ഇല്ല ഞാൻ നന്നാവുമായിരുന്നെങ്കിൽ എന്നേ നന്നാവുമായിരുന്നല്ലേ ബ്രോ. നന്നാക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നശിച്ച ജന്മങ്ങൾ. അതിലേക്ക് എങ്ങനെ നന്നാക്കാൻ? വല്ല പറഞ്ഞാൽ നമ്മളെ മണ്ടയിൽ കയറാൻ വരും. പിണക്കമൊന്നുമല്ല അത്. ഇത് പിണക്കാം, അത് പിണക്കുമല്ല. അത് പിന്നെ നമ്മുടെ അടുത്ത് പിന്നെ ദേഷ്യമായിരിക്കും. പിന്നെ എന്തിനാ? എനിക്ക് വയ്യ ബ്രോ. ബ്രോ ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോ ആളൊന്നും പറഞ്ഞില്ലേ? ഓ നീ ഇറങ്ങി പോടാന്ന് അങ്ങനെ പറഞ്ഞു. അവിടെ നിക്കണ്ട ആവശ്യമില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞു ഇറങ്ങി പോടാ, നീ പോയാൽ എനിക്കൊന്ന് വേറെ ആരെയും കിട്ടൂലെന്ന് ചോദിച്ചു. ബ്രോ എന്റെ വണ്ടി എടുക്കല്ലേ ബ്രോ? ഇതൊക്കെ കണ്ട ഇതൊക്കെ എന്തൊരു സ്വഭാവങ്ങളാണ് ഇങ്ങനെ തോന്നിയ ദിവസം ചെയ്യുന്നത്. ഞാൻ തോക്കെടുത്തത് എന്നെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയിക്കല്ലേ ബ്രോ. വണ്ടി വെയ്യോടാ ബ്രോ. ഞാൻ മര്യാദയ്ക്ക് നമ്മൾ ചില്ലാട്ടിക്കല ബ്രോ. ഇടയ്ക്ക് ഒന്ന് വള്ളി എടുക്കല്ലേ ബ്രോ? എന്തൊരു സ്വഭാവം അല്ലേ ഇതൊക്കെ. വരുത്തിട്ട് വണ്ടി എന്റെ വണ്ടി ആയിരുന്നു ഞാൻ ലോക്കെങ്കിലും ആക്കി വെച്ചേനെ. ഒരു സെക്കൻഡ് ബ്രോ. ഹലോ ബ്രോയുടെ പേരെന്തരാണ്? ഹലോ ബ്രോ പേരെന്തരാണ്? ബ്രോ പേരെന്തരാണ്? കൈവൊക്കെയാണ്. പേരെന്തര്? സൗത്താണോ? ഇത് നോർത്താണോ? പൊക്കോ ഇവിടെ നിന്ന്. ഇവിടെ സ്ഥലം ശരിയല്ല. ഇവിടെ കണ്ടവരെ വണ്ടി ഒന്ന് എടുക്കാൻ ബ്രോ അടുത്ത് ആര് പറഞ്ഞു? പഴയ പോലെ അല്ല കേട്ടോ ബ്രോ. എനിക്ക് വേണ്ടി ചോദിക്കാനൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടാ വെട്ടോത്തി നമ്മള് വേണ്ടി വന്ന നമ്മളൊരു ഗ്യാങ് ഒക്കെ ആവും. ബ്രോ ഇറങ്ങ് ബ്രോ ഇറങ്ങ്. പേടിപ്പിച്ചിട്ടാണ് പോട്ടെ വിട്ടേരെ. ഇങ്ങനത്തെ ചൊറിയന്മാർ എവിടെ പൊക്കിയാലും കാണാം. തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരുന്നുണ്ട്. അഭിനയം ബ്രോ. നല്ല അഭിനയം കേട്ടാ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഉറങ്ങി. ഇപ്പൊ യഥാർത്ഥത്തിൽ ഉറങ്ങി. ഹലോ എന്നാലും ഒരാളെ കൊല്ലയൊന്നും വേണ്ടായിരുന്നു കേട്ടാ. ഡാനി അത് ഇങ്ങോട്ട് വരുമോ? ആ ബ്രോ പറഞ്ഞു